ഒരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചേക്കുന്നത് കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ ഒരു യാത്രയ്ക്കുള്ളവർക്കാണെന്ന്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, മൂകാംബികയിലോട്ടാണേ. പെട്ടെന്നുള്ളൊരു യാത്രയാണ് കേട്ടോ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഞാൻ ഈ യാത്രയിൽ പെട്ടെന്ന് വന്ന് ചേർന്നതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെയുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാനല്ല കേട്ടോ തയ്യാറാക്കി. ഇത് തയ്യാറാക്കിയ ആളെയൊക്കെ വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാവിലെ ട്രെയിനിലാണ് പോകുന്നത്. ഇത് കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ട്രെയിനകത്തൊക്കെ കയറി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങാൻ കിടന്നു കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ആത്മീയ യാത്രയാണ് കേട്ടോ. പക്ഷേ നമുക്ക് വളരെ സന്തോഷമുള്ള ആൾക്കാരോടൊപ്പം നമ്മുടെ ഒരു ചെറിയ യാത്ര. നമ്മളൊരു 2 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മൂകാംബികയിലോട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ക്ഷേത്രങ്ങളിലൂടെ പോകുന്നുണ്ട്, ഉടുപ്പിയും അതുപോലെ തന്നെ മുരുടേശ്വരവും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ട്രെയിനിനകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളപ്പോൾ പകലാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബൈൻഡൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ടാക്സി പിടിച്ചിട്ട് മൂകാംബികയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ടൂറ് പ്ലാൻ ചെയ്തതും ഒക്കെ ആൾക്കാരെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. അവരെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് പല സ്ഥലങ്ങളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്, ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് വളരെ ക്ഷീണിച്ച് ഉറങ്ങി അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ AC കമ്പാർട്ട്മെൻറ്റായിരുന്നു, പക്ഷെ നമുക്ക് പല സ്ഥലങ്ങളിലായിരുന്നു നമ്മുടെ സീറ്റുകളെല്ലാം. പക്ഷേ നമ്മൾ ഒരുമിച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ അവിടെ എത്തി. ഇപ്പോൾ രാവിലെ രാത്രി എനിക്കിത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് രാവിലെയാണ് ഞാൻ നമ്മുടെ താമസ സ്ഥലമൊക്കെ എടുക്കുന്നത്. ശ്രീകൃഷ്ണ മന്ദിരം കേട്ടോ, അവിടെയാണ് നമ്മൾ താമസിച്ചൊക്കെ. ഫെയർ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ മൂകാംബികയിൽ നിന്ന് ഇവിടുന്ന് മൂകാംബികയിലോട്ട് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥലമൊക്കെ ചൂസ് ചെയ്യാം. വളരെ അടുത്താണ്. ഇതാണ് അവിടുത്തെ റൂമും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞങ്ങൾ 3 ബെഡ്റൂംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ രീതികളൊക്കെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് എല്ലാവരും കുളിച്ച് റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ എല്ലാവരും കുളിച്ച് രാവിലെ തന്നെ മൂകാംബികയിലോട്ട് ചെല്ലാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൂകാംബിക ക്ഷേത്രത്തിലെ കോസ്റ്റ്യൂം. എല്ലാവരും സാരിയാണ്, പക്ഷേ ഞാൻ മാത്രം ചുരിദാർ പ്രിഫർ ചെയ്തു. അപ്പോൾ എനിക്ക് രാവിലെ സാരിയൊക്കെ ഉടുത്ത് പോകുന്നതിലും നടക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനതാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തന്നെ മൂകാംബിക ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ ആനന്ദമേ സർവമാനന്ദമേ ഇങ്ങറ്റം നീല സാരി സജിത ചേച്ചി, അതിനടുത്ത് സുനിത ചേച്ചി, അതിനടുത്ത് പ്രേമ ചേച്ചി, അടുത്ത് രാജ ചേച്ചി, അടുത്ത് ലീന ചേച്ചി. അപ്പോൾ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ലേഡീസ് ട്രിപ്പിൻ്റെ ട്രൂപ്പിലുള്ളത്. ഇനി ഇതിൻ്റെ കോർഡിനേറ്ററെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സരിതേച്ചിയാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിന് മൂകാംബികയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതാണ് സജിത ചേച്ചി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ലീന ചേച്ചി. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളതും ആളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തിനും റെഡി ആയിട്ടുള്ള, അതായത് ഞാൻ എന്തിനും റെഡി ആയിട്ടുള്ളതെന്ന് ഇനി വീഡിയോസിലെല്ലാം തന്നെ നമ്മുടെ കുറച്ച് റീൽസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഓക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശയും വടയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഇത് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു നല്ലൊരു ഹോട്ടലാണ്. ഞാൻ ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് സൗപർണിക കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ സൗപർണിക അവിടെ ഞങ്ങൾ പോയ ആ ഒരു ടൈം മുതൽ മഴയായിരുന്നു. നല്ല രീതിയിൽ ഈ വെള്ളവും അതുമൊക്കെ ആയിട്ട് പോകുന്നു. അതിനുശേഷം ആണ് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ടൂർ കോർഡിനേറ്റർ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും കുറച്ച് കടകളിലൊക്കെ നമ്മൾ കയറി പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ മൂകാംബിക ദേവി അമ്മയുടെ ഫോട്ടോയൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് അരവിന്ദൻ്റെ അതിഥികൾ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമെന്നാണ്. പക്ഷേ അവിടെ ചോദിച്ചപ്പം ഇവിടെ അല്ലായിരുന്നു, ഇത് സെറ്റിട്ടതാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ശിവേലി തൊഴാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ശബ്ദത്തിലൊക്കെ തന്നെ ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇനി ഞാൻ ആ വീഡിയോ ആണ് കേട്ടോ ഇനി വരുന്നത്. അപ്പോൾ ആ ക്ലിപ്പിങ്സാണ് ഇനി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞങ്ങൾ നിർമ്മാല്യം തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് രാവിലത്തേതാണ്. അപ്പോൾ രാവിലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് രാവിലെ തന്നെ നിർമ്മാല്യം തൊഴാനൊക്കെ പറ്റി. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. രാവിലെ നിർമ്മാല്യം മൂകാംബികയിൽ ഒട്ടും തൊഴാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അതും പറ്റി. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായിട്ട് വീണ്ടും ഞങ്ങൾ മുരുടേശ്വരം അതുപോലെ തന്നെ ഉടുപ്പിയൊക്കെ പോവുകയാണ്. കുറച്ച് ക്ഷേത്രങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊരു വാന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വാൻ ഇതാ താഴെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് റെഡിയായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത് കുറച്ച് ക്ഷേത്രങ്ങളിലോട്ട്, ഇത് പിറ്റേ ദിവസമാണ്, അതായത് നമ്മളൊരു 3rd ഡേ ആണ് ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി കാണിക്കാം. ഞാൻ പല വീഡിയോസും ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇതെല്ലാം തന്നെ മുരുടേശ്വരിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം മുരുടേശ്വര ക്ഷേത്രം കടലിനടുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ കാണുന്ന വ്യൂസാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ പോയി നിന്ന് ചെന്ന് കണ്ടാൽ ഒരിക്കലും മടുക്കില്ല എന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസരവും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നമുക്ക് ഒരു ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളിത് അവിടെ തൊഴാനായിട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെറിയൊരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു നടത്തമൊക്കെ.
അപ്പോൾ നിങ്ങൾ മുന്നേ ഒരു റീല് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ശരിക്കും വളരെ ആസ്വദിച്ചുള്ള ആത്മീയതയും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അവസാന നിമിഷം ഞാൻ ഇവരിലേക്ക് ചെന്ന് ഈ യാത്രയിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ലേഡീസ് ട്രിപ്പാണെങ്കിലും ഞങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുരുടേശ്വറിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു കിടക്കാനൊക്കെ ഉണ്ട്. ഒത്തിരി സമയം ചിലവഴിച്ചത് മുരുടേശ്വറിൽ ഉടുപ്പിയിലായിരുന്നു കേട്ടോ. ഉടുപ്പിയും അതുപോലെ തന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുരുടേശ്വറിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി യാത്ര. ഇത് ഓർഗനൈസ് ചെയ്ത ശ്രീകുട്ടി ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താങ്ക്സ് കേട്ടോ. ഭയങ്കരമായിട്ടൊന്നും ഹൃദയത്തിൻ്റെ എല്ലാ ഭാഷയിലും നന്ദി പറയണം. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ജോളിയായിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആ യാത്രയുടെ അത് കഴിഞ്ഞു പോകുന്നുള്ള വിഷമമായിരുന്നു എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. വളരെ അടിപൊളിയായിട്ട് അത് ഓർഗനൈസ് ചെയ്ത ചേച്ചി, കണ്ണാടി വെച്ചിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ, ശ്രീകുട്ടി ചേച്ചി. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ടല്ലായിരുന്നു ഞാനിതിന് പോയത്. പിന്നെ പെട്ടെന്ന് ഇവരെല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് എടുത്തതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ യാത്രയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും മൂകാംബികയിൽ ലേഡീസ് ട്രിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ശരിക്കും ഞങ്ങൾ ഇത്രയും പേര് വളരെ സേഫായിട്ട് തിരിച്ചു വന്ന ഒരു യാത്രയാണ്. നല്ല ട്രൂലി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ മാത്രമുള്ള ഒരു യാത്ര. അപ്പോൾ വീണ്ടും കാണാം.